മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് ഫെബ്രുവരി 1-ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുവാൻ പോവുകയാണ്. ആദായ നികുതിയിലെ കാതലായ മാറ്റങ്ങൾക്ക് ഇത്തവണ സർക്കാർ തയ്യാറായേക്കും എന്ന് തന്നെയാണ് സൂചന. അതായത് പുതിയ സ്കീമിൽ 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. 10 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ആദായ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്കായി 25% നികുതി എന്ന പുതിയ സ്ലാബ് അവതരിപ്പിച്ചേക്കുമെന്ന സൂചനകളാണ് കൂടുതലായും പുറത്തു വരുന്നത്. മാത്രമല്ല, ആദായ നികുതി വെട്ടിക്കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇടത്തരക്കാർക്ക് ആശ്വാസം നൽകാനും അതുപോലെ തന്നെ ഉപഭോഗം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള മറ്റ് പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് ഈ ഒരു ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ പുതിയ ടാക്സ് റെജീമിൽ 7.75 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒടുക്കേണ്ടതില്ല. 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്താണിത്. 15 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് ഏറ്റവും ഉയർന്ന നികുതി സ്ലാബായ 30% ഒടുക്കേണ്ടത്. രണ്ട് നിർദ്ദേശങ്ങളിലും സർക്കാർ അന്തിമ തീരുമാനമെടുത്ത ശേഷമാകും ബജറ്റ് അവതരണത്തിൽ ഉൾപ്പെടുത്തുക. 10 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന ആശ്വാസത്തിന് പുറമെ ഉയർന്ന നികുതി നിരക്ക് 25% കുറയുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ശമ്പളാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ആദായ നികുതിയുടെ ഇളവിന് പുറമെ റിബേറ്റുകളും മറ്റ് ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിയാൽ കേന്ദ്രത്തിന്റെ വരുമാനത്തിൽ 50,000 കോടി രൂപ മുതൽ 1 ലക്ഷം കോടി രൂപ വരെ കുറഞ്ഞേക്കാം. ആദായ നികുതിയിൽ ഇളവ് നൽകുന്നതിലൂടെ സർക്കാരിന് 1 ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായേക്കും. വരുമാന നഷ്ടം കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഉൽപ്പന്ന സേവന ഡിമാൻഡ് വർദ്ധിക്കുന്നത് വിപണിക്ക് നേട്ടമാകും. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉഷാറാകും. GDPയുടെ വളർച്ചയും മെച്ചപ്പെടും. കഴിഞ്ഞ ബജറ്റിൽ നിർണായക പ്രഖ്യാപനം സ്വർണ്ണ ഇറക്കുമതിക്കുള്ള നികുതി വൻതോതിൽ വെട്ടിക്കുറച്ചതായിരുന്നു. 15% സ്വർണം ഇറക്കുമതിക്കുള്ള നികുതി. ഇത് 6% കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇതോടെ സ്വർണത്തിന് വൻതോതിൽ വില കുറയുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ആഗോള വിപണിയിൽ വില കൂടുകയും രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്തതോടെ നേട്ടം ഉപഭോക്താക്കൾക്ക് കിട്ടിയില്ല. ഇത്തവണ സ്വർണ്ണ ഇറക്കുമതി നികുതി കൂട്ടിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. പുതിയ ട്രെയിനുകൾ, പാതകൾ, സുരക്ഷാ സംവിധാനം തുടങ്ങി മേഖലയുടെ പ്രതീക്ഷകൾ ഏറെയാണ്. കേരളത്തെ സംബന്ധിച്ച് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ലഭിക്കുമോ എന്ന ആകാംക്ഷയുമുണ്ട്. രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി വമ്പൻ പദ്ധതികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം റെയിൽവേ ബജറ്റ് വിഹിതം 20% വർദ്ധിപ്പിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നടപ്പ് സാമ്പത്തിക വർഷം റെയിൽവേക്കായി കേന്ദ്ര സർക്കാർ 2.62 ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചത്. ഇത് 3 ലക്ഷം കോടിയായി ഉയർത്താനുള്ള സാധ്യതയുമുണ്ട്. പാസഞ്ചർ സർവീസ് വർധന, കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ എന്നിവയാണ് പ്രതീക്ഷകളിലുള്ളത്. മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനുകളെ വിമാനത്താവളങ്ങൾക്ക് സമാനമായി ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടികൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. 2025 കേന്ദ്ര ബജറ്റിൽ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ ഏതൊക്കെ സ്റ്റേഷനുകൾ നവീകരിക്കുമെന്നത് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇക്വിറ്റികളിലും റിയൽ എസ്റ്റേറ്റിലുമുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് മൂലധന നേട്ട നികുതി നിയമങ്ങൾ ലളിതമാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏകീകൃത നികുതി നിരക്കുകൾ വരുന്നത് ആശയക്കുഴപ്പം കുറയ്ക്കുവാനും കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുവാനും സാധ്യതയുണ്ട്. ക്രിപ്റ്റോ കറൻസിയുടെ നികുതിയെക്കുറിച്ചുള്ള വ്യക്തത ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വ്യക്തമായ നിയമങ്ങൾക്കും നികുതികൾക്കും വേണ്ടി കാത്തിരിക്കുകയാണ് ക്രിപ്റ്റോ മേഖല. ഇതൊക്കെയാണ് ഈ ബജറ്റിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ. ഇനി ഇതിനു പുറമെ എന്തൊക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളായിരിക്കും ഉണ്ടാകുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.